ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ആൻഡ് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഈ ഒരു ഐറ്റം മതി നമുക്കൊരു പറ ചോറുണ്ണാം എന്നൊക്കെ പറയാം. ഇതൊരു കൈൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിൽ ചമ്മന്തി എന്നൊക്കെ പറയാം. തക്കാളിയും സവാളയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഐറ്റംസ് ഈ പറഞ്ഞ പോലെ തക്കാളി, സവാള, കരിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് മതി. ആൻഡ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ സെപ്പറേറ്റ് കേട്ടോ. കാരണം ഓരോന്നിനും ഓരോ വേവാണല്ലോ. അപ്പോൾ നമ്മുടെ സവാളയാണെങ്കിൽ നല്ല ഡീപ്പ് ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ, വെളുത്തുള്ളിയും ആ ഒരു കളറാവുന്ന രീതിയിൽ, പിന്നെ നമ്മുടെ വറ്റൽമുളകൊന്ന് വറുത്തെടുക്കുക, കരിവേപ്പിലയും വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ തക്കാളി നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ തൊലി ഉണ്ടല്ലോ തക്കാളിയുടെ, അതൊന്ന് മാറ്റിക്കളയണം. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രയും സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്ന് മാത്രമുള്ളൊരു പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ തക്കാളി ഏറ്റവും ലാസ്റ്റാണ് ചേർക്കാമുള്ളൂ. ആദ്യം നമ്മളുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കരിവേപ്പില, വെളുത്തുള്ളി ആൻഡ് നമ്മുടെ വറ്റൽ മുളകും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഞെരണ്ടി എടുക്കാൻ പറ്റും. വേറെ മിക്സിയൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കൈ എരിയും എന്നുള്ളൊരു ഗ്ലൗസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ പറയുന്ന ഐറ്റംസ്. അതൊന്ന് നന്നായിട്ട് ഞെരണ്ടി എടുത്തതിന് ശേഷം ദെൻ നമ്മൾ തക്കാളിയും കൂടി അതിനകത്തിട്ടിട്ട് കൈ കൊണ്ട് തന്നെ ഞെരണ്ടി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിളാണ്. ഈ ഒരു സാധനത്തിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഒത്തിരി ടൈമും വേണ്ട. ബാച്ചിലേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി അത് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല ചൂടൻ ചോറും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. മിക്സിയിൽ അടിക്കണേക്കാളും ടേസ്റ്റ് ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതാണ്. കാരണം നമുക്കതൊന്ന് പതുക്കെ കടിച്ച് തിന്നാനും കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. അതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.